നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന ഈ 2025-26 വർഷത്തെ വിവിധ കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വിവിധ കപ്പലുകളിലെ, കപ്പൽ നിർമ്മാണശാലകളിലെ, തുറമുഖങ്ങളിലൊക്കെ മികച്ച ജോലി അവസരം ലഭിക്കുന്ന വിവിധ കോഴ്സുകളാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്നത്. ഇതൊരു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിന് കീഴിലുള്ള 2008 ആരംഭിച്ചിട്ടുള്ള ഒരു കേന്ദ്ര സർവകലാശാലയാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എന്നുള്ള. അവരുടെ ഒരു ക്യാമ്പസ് നമ്മുടെ കൊച്ചിയിൽ ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മെയിൻ ക്യാമ്പസ് ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നമുക്ക് അവരുടെ ഈ 2025-26 വർഷത്തെ അഡ്മിഷൻ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. വിവിധ ബ്രാഞ്ചുകളിലായിട്ട് വിവിധ കോഴ്സുകളാണ് അവർ നടത്തുക. ഞാൻ പറഞ്ഞത് 2008 ഇന്ത്യൻ പാർലമെന്റ് ആക്ട് അനുസരിച്ചാണ് ചെന്നൈയിലെ ആണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സോടെയാണ് ഈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. അവർക്ക് ചെന്നൈ, കൊച്ചി, കൊൽക്കത്ത, മുംബൈ പോർട്ട്, നവി മുംബൈ, വിശാഖപട്ടണം എന്നിങ്ങനെ 6 ക്യാമ്പസുകളാണ് ഉള്ളത്. അവിടെയാണ് വിവിധ കോഴ്സുകൾ നടത്തുന്നത്. എല്ലാ ക്യാമ്പസുകളിലും എല്ലാ കോഴ്സുകളും ഇല്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പം ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, IMU CET എന്നുള്ള ടെസ്റ്റ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് BBA ഒഴികെ ബാക്കി എല്ലാ BSc നടത്തുന്ന കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തുക എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. നമുക്ക് അഡ്മിഷൻ പ്രോസസ് എന്ന് പറയാൻ നിങ്ങൾ നേരിട്ട് അപ്ലൈ ചെയ്യുക. ഇതിലേക്ക് അപേക്ഷിക്കാൻ 2025 മെയ് 2 വരെ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. അതിനുശേഷം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ടെസ്റ്റ് അതാണ് മെയ് 24 എന്ന കാര്യം കൂടി ഓർക്കുക. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. സ്കൂൾ ഓഫ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗിലെ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് 4 വർഷത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. അതുകൂടാതെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ള കോഴ്സ് അത് 4 വർഷമാണ്. പിന്നെ MTech പ്രോഗ്രാം ഉണ്ട് അവിടെ. അതേപോലെ സ്കൂൾ ഓഫ് നോട്ടിക്കൽ സയൻസിലാണെങ്കിൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസും BSc നോട്ടിക്കൽ സയൻസും 3 വർഷത്തെ കോഴ്സാണ്. അത് ഡിപ്ലോമ 1 വർഷമാണ്. സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി BTech മറൈൻ എഞ്ചിനീയറിംഗ് 4 വർഷത്തെ കോഴ്സാണ്. അതുപോലെ MTech മറൈൻ ടെക്നോളജി ഉണ്ട്, 2 വർഷത്തെ കോഴ്സ് ഉണ്ട്. സ്കൂൾ ഓഫ് മാരിടൈം മാനേജ്മെന്റ് ആണെങ്കിൽ BBA മാരിടൈം ലോജിസ്റ്റിക്, BBA ലോജിസ്റ്റിക് റീറ്റെയിലിംഗ് ആൻഡ് ഇ-കൊമേഴ്സ്, അതുപോലെ MBA പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്, MBA ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ്, MBA പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ലോജിസ്റ്റിക് അങ്ങനെ, അതുപോലെ MBA മാരിടൈം മാനേജ്മെന്റ് അങ്ങനെ വിവിധ MBA പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാം 2 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസ് ആണ്. അതുകൂടാതെ 17ഓളം അഫിലിയേറ്റഡ് കോളേജുകളിലും ഉണ്ട്. അവിടെയും ഈ കോഴ്സുകൾ പലതും നടത്തുന്നുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അവിടെയും ഈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എൻട്രൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നമുക്ക് ഇനിയും വിവിധ ക്യാമ്പസുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. UG പ്രോഗ്രാംസ് പറഞ്ഞിരിക്കുന്ന 4 ഇയർ 4 വർഷം നീണ്ടു നിൽക്കുന്ന BTech മറൈൻ എഞ്ചിനീയറിംഗ് ചെന്നൈ, കൊൽക്കത്ത, മുംബൈ പോർട്ട് ക്യാമ്പസിലാണ് നടത്തുക. 4 ഇയർ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് വിശാഖപട്ടണം ക്യാമ്പസിലാണുള്ളത്. അതേപോലെ നേവൽ ആർക്കിടെക്ചർ ഷിപ്പ് ബിൽഡിംഗും വിശാഖപട്ടണം ക്യാമ്പസിൽ മാത്രമാണുള്ളത്. അതുപോലെ 3 വർഷം നടത്തുന്ന BSc നോട്ടിക്കൽ സയൻസ് ചെന്നൈ, കൊച്ചി, നവി മുംബൈ എന്ന 3 ക്യാമ്പസുകളിലുണ്ട്. അതുപോലെ 3 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് എംബഡഡ് BBA ലോജിസ്റ്റിക് വിശാഖപട്ടണത്താണ് നടത്തുക. BBA ലോജിസ്റ്റിക് റീറ്റെയിലിംഗ് ആൻഡ് ഇ-കൊമേഴ്സ് നമുക്ക് ചെന്നൈയിലും കൊച്ചിയിലും നടക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുകൂടാതെ PG പ്രോഗ്രാംസ് ഉണ്ട്. MBA ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് കൊച്ചി, കൊൽക്കത്ത, വിശാഖപട്ടണം ക്യാമ്പസ് ചെന്നൈയിലുണ്ട്. 2 ഇയർ MBA പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ് ചെന്നൈയിലും കൊച്ചിയിലും ആണുള്ളത്. MTech മറൈൻ ടെക്നോളജി കൊൽക്കത്തയിലും, MTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ വിശാഖപട്ടണത്തും, ഡ്രഡ്ജിംഗ് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് MTech വിശാഖപട്ടണത്തും ഉണ്ട്. MTech അതുപോലെ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് വിശാഖപട്ടണം ക്യാമ്പസിലും, MBA പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ലോജിസ്റ്റിക് എന്നുള്ളത് വിശ്വവിദ്യാലയ സെക്കൻഡ് ഇയർ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലാണ്, ഫസ്റ്റ് ഇയറിൽ. പിന്നെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ നോട്ടിക്കൽ സയൻസിലെ ഡിപ്ലോമ ചെന്നൈയിലും നവി മുംബൈയിലുമാണുള്ളത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ മറൈൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മുംബൈ ക്യാമ്പസിലാണ്. അതുകൂടാതെ PhD MS പോലെയുള്ള പ്രോഗ്രാംസും ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സ്കൂൾ ഓഫ് നോട്ടിക്കൽ സയൻസിന് കീഴിലാണ് BSc നോട്ടിക്കൽ സയൻസും ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് 1 വർഷ കോഴ്സാണ്. BSc 3 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറയുന്നത് മറൈൻ ഓപ്പറേറ്റർ മാനേജർ, മറൈൻ ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ്, മറൈൻ ടെർമിനൽ മാനേജർ, ഷിപ്പിംഗ് ഏജന്റ്, ഡെക്ക് ഓഫീസർ, മറൈൻ പൈലറ്റ്, മറൈൻ ടെക്നീഷ്യൻ തുടങ്ങിയ ജോലി സാധ്യതകളാണുള്ളത്. BSc നോട്ടിക്കൽ സയൻസിന്റെ പ്രവേശനം IMU CET-യുടെ അടിസ്ഥാനത്തിലാണ്, കോമൺ എൻട്രൻസിന്റെ അടിസ്ഥാനത്തിലാണ്, മാൻഡേറ്ററി ആണ്. 3 വർഷം. അതിന്റെ എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ 12ാം ക്ലാസ്സിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള 60% മാർക്കോടെ +2 പാസ്സാവരായിരിക്കണം. കാര്യം കൂടി ഓർത്തിരിക്കുക. ഇംഗ്ലീഷിൽ അതുപോലെ 50% മാർക്ക് ഉണ്ടായിരിക്കണം. SC ST-കാരാണെങ്കിൽ 5% മാർക്ക് ഇളവുണ്ട് അവർക്ക്. അൺമാരിഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ IMU എൻട്രൻസ് ടെസ്റ്റിൽ റാങ്ക് ഉണ്ടായിരിക്കണം.
പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും പറഞ്ഞിട്ടുണ്ട്. ഡിപ്ലോമ BSc നോട്ടിക്കൽ സയൻസിനും അതേപോലെ 60% മാർക്കോടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള +2 ആണ്. അതോടൊപ്പം 50% മാർക്ക് ഇംഗ്ലീഷിനും ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ BSc ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി പഠിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും, 50% മാർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും, 50% മാർക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും ഡിപ്ലോമ പ്രോഗ്രാമിന്. അടുത്ത സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് BTech മറൈൻ എഞ്ചിനീയറിംഗ്, MTech മറൈൻ ടെക്നോളജി, അതുപോലെ PG ഡിപ്ലോമ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് 3 കോഴ്സുകളാണുള്ളത്. BTechനാണെന്നുണ്ടെങ്കിൽ കരിയർ പ്രോസ്പെക്ട്സ് നേരത്തെ പറഞ്ഞ പോലെ മറൈൻ സർവേയർ, കൺസൾട്ടന്റ്, റിസർച്ചർ, മറൈൻ എഞ്ചിനീയർ, പ്രോജക്ട് മാനേജർ, ഓപ്പറേഷൻ മാനേജർ തുടങ്ങിയ വിവിധ ജോലി സാധ്യതകളുള്ള കോഴ്സുകളാണ്. BTechന്റെ എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ച് 60% മാർക്കോടെ +2 ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിന് +2നും അല്ലെങ്കിൽ SLCക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അൺമാരീഡ് ആയിരിക്കണം. അതുപോലെ കോമൺ എൻട്രൻസ് ടെസ്റ്റിലെ റാങ്ക് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. BTech കഴിഞ്ഞവർക്ക് MTechന് അപേക്ഷിക്കാനായിട്ട് കഴിയും. PG ഡിപ്ലോമയ്ക്ക് അതുപോലെ BTech അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയർ, നേവൽ ആർക്കിടെക്ചർ, മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ PG ഡിപ്ലോമയ്ക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്ത സ്കൂൾ ഓഫ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആണ്. അവിടെ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, BTech നേവൽ ആർക്കിടെക്ചർ ഷിപ്പ് ബിൽഡിംഗ്, അതേപോലെ 2 കോഴ്സുകളാണ്. അതുപോലെ MTech ഉണ്ട്. MTech 2 കോഴ്സുകളുണ്ട്. MTech 3 കോഴ്സുകളാണുള്ളത്. കരിയർ പ്രോസ്പെക്ട്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ ജോലി സാധ്യതകളുണ്ടാണ്. അഡ്മിഷൻ BTech MTech പ്രോഗ്രാമും കോമൺ എൻട്രൻസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എലിജിബിലിറ്റി BTechനുള്ള എലിജിബിലിറ്റി 60% മാർക്കോടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ച് +2 പാസ്സായിരിക്കണം. ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ കോമൺ എൻട്രൻസ് ടെസ്റ്റിലെ റാങ്ക് ഉണ്ടായിരിക്കണം. ഇതാണ് അതിന്റെ അടിസ്ഥാന യോഗ്യത എന്നുള്ളത്. MTechന് അതുപോലെ BTech മെക്കാനിക്കല്, സിവില്, മറൈന്, നേവൽ ആർക്കിടെക്ചർ, ഫിഷറീസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് MTechന് ചേരാൻ പറ്റും. അതേപോലെ അവർക്കും കോമൺ എൻട്രൻസ് ടെസ്റ്റിലുള്ള റാങ്ക് ഉണ്ടായിരിക്കണം. എല്ലാ BTechനും പ്രകാരം എലിജിബിലിറ്റിയാണ്. കൂടാതെ സ്കൂൾ ഓഫ് മാരിടൈം മാനേജ്മെന്റ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അവിടെയുള്ള BBA ലോജിസ്റ്റിക് റീറ്റെയിലിംഗ് ആൻഡ് ഇ-കൊമേഴ്സ്, BBA മാരിടൈം ലോജിസ്റ്റിക് എന്നുള്ള കോഴ്സ് 2 അതുകൂടാതെ MBA പ്രോഗ്രാംസ് ഉണ്ട്. പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് അങ്ങനെ കോഴ്സുകളുണ്ട്. അതുപോലെ പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ലോജിസ്റ്റിക് എന്നുള്ള MBA പ്രോഗ്രാംസും, ഓൺലൈനായിട്ട് മാരിടൈം മാനേജ്മെന്റിലുള്ള MBA പ്രോഗ്രാമും ഉണ്ട്. ഇതിനു വേണ്ട യോഗ്യത എന്ന് പറയുകയാണെങ്കിൽ 3 വർഷത്തെ BBAക്ക് ആണെന്നുണ്ടെങ്കിൽ 12ാം ക്ലാസ്സിൽ 50% മാർക്കോടെ +2 പാസ്സാക്കി അപേക്ഷിക്കാൻ കഴിയും. ഇംഗ്ലീഷ് 50% മാർക്ക് വേണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. BBAക്കുള്ള യോഗ്യത അതാണ്, 50% മാർക്കോടെ +2 ആണ്. MBA പ്രോഗ്രാമിനാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി 50% മാർക്കോടെ ഏതെങ്കിലും സർവകലാശാല ബിരുദവും 50% മാർക്കോടെ ഇംഗ്ലീഷിലൂടെ പാസ്സായവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അതിനും അപേക്ഷിക്കാനായിട്ട് കഴിയും. MBA 2 പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഫിസിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശന നടപടികൾ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞു IMAയുടെ സ്വന്തം ക്യാമ്പസുകൾ 6 എണ്ണം ഉണ്ട്. അതുകൂടാതെയാണ് 17 അഫിലിയേറ്റഡ് കോളേജസും ഉണ്ട്. ഈ എൻട്രൻസിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെന്റ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് എങ്ങനെയാണ്, എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ എൻട്രൻസിനാണെങ്കിൽ കേരളത്തിലും വിവിധ സെന്ററുകളുണ്ട്. കേരളത്തിലെ സെന്ററുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഒരു സെന്ററാണ്. പിന്നെയുള്ളത് കണ്ണൂർ എക്സാമിനേഷൻ സെന്ററാണ്. കോഴിക്കോട്, കണ്ണൂർ, കൊച്ചിയുണ്ട്, കൊല്ലമുണ്ട്, കോട്ടയമുണ്ട്. പിന്നെ ഉള്ളത് പാലക്കാട് ഒരു സെന്ററാണ്. തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇത്രയും സെന്ററുകളാണ് കേരളത്തിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. എൻട്രൻസ് ടെസ്റ്റ് മെയ് 24-ാം തീയതി നടത്തുന്നത്. ഈ കോഴ്സുകളിലേക്കൊക്കെ ചേരാൻ എലിജിബിൾ ആയിട്ടുള്ളവർക്കൊക്കെ മെയ് 2 വരെയാണ് അവസരം എന്ന കാര്യം മനസ്സിലാക്കുക. അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് മെയ് 2 വരെ അപേക്ഷിക്കാൻ കഴിയും. മെയ് 24-നായിരിക്കും IMUവിന്റെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തുക എന്ന കാര്യം. ഓഗസ്റ്റ് 1-ാം തീയതി ക്ലാസ് തുടങ്ങത്തക്ക രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
എല്ലാത്തിൻ്റെയും അഡ്മിഷൻ അനുബന്ധത്തിൽ പൂർത്തിയാക്കി ഓഗസ്റ്റ് 1 ക്ലാസ്. ഫീസ് സ്ട്രക്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ബിടെക് പ്രോഗ്രാമിനും ടോട്ടൽ ഫീ ഒരു വർഷം 2,75,000 രൂപ. റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ, നോൺ റെസിഡൻഷ്യൽ ആണെങ്കിൽ 2,05,000 രൂപ മതിയാവും. BBA പ്രോഗ്രാം നോൺ റെസിഡൻഷ്യലാണ്, MBA പ്രോഗ്രാം നോൺ റെസിഡൻഷ്യലാണ്. അതിന് രണ്ടും BBAക്ക് 1,05,000 രൂപയും MBAക്ക് 2,05,000 രൂപയാണ് പ്രതിവർഷം ഫീസ്. അതുപോലെ PGDM ആണെങ്കിൽ റെസിഡൻഷ്യൽ ആണെങ്കിൽ 3,55,000 രൂപയാണ് ഉള്ള ഫീസ്. അതുകൂടെ 10,000 രൂപ നമ്മൾ രജിസ്ട്രേഷൻ ഫീയും കൊടുക്കണം, കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള. താല്പര്യമുള്ള ഈ അവസരം പരമാവധി എടുത്തത്. കാരണം കപ്പലുകളിലും തുറമുഖങ്ങളിലും ഒരു കപ്പൽ നിർമ്മാണശാലകളിൽ അങ്ങനെയുള്ള നിരവധി ജോലി സാധ്യതയുള്ള വിവിധ കോഴ്സുകളാണ് നടത്തുക. അപ്പോൾ ഈ താല്പര്യമുള്ള ഈ അവസരം പരമാവധി എടുത്ത മെയ് 2 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. IMUവിൻ്റെ വെബ്സൈറ്റായ വഴി നിങ്ങൾ IMU നേരിട്ട് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.